ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവവചനം ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ എളിയ വന്ദനം. നമുക്ക് വായിക്കാം, തിരുവചനത്തിൽ നിന്നൊരു വേദഭാഗം വായിക്കാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 24 മുതലുള്ളതായ ചില വാക്യങ്ങൾ നമുക്ക് വായിച്ച് കേൾക്കാം. വിശ്വാസത്താൽ മോശെ താൻ വളർന്നപ്പോൾ പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടെ കഷ്ടമനുഭവിക്കുന്നത് വിശ്വാസത്താൽ മോശ തിരഞ്ഞെടുക്കുകയാണ്. നാം വിശ്വാസത്തെക്കുറിച്ചാണ് ചിന്തിച്ചു വരുന്നത്. നാം അബ്രഹാമിൻ്റെ വിശ്വാസത്തിലെ ചില പ്രത്യേകതകളെക്കുറിച്ച് നാം ചിന്തിക്കുകയുണ്ടായി. ഇന്നും നാം ചിന്തിക്കാൻ പോകുന്നത് മോശയുടെ വിശ്വാസത്തെക്കുറിച്ചാണ്. ഇവിടെ മോശ വിശ്വാസത്താൽ ഒരു തിരഞ്ഞെടുപ്പ് നടത്തുകയാണ്. എന്താണ് തിരഞ്ഞെടുപ്പ്? ആ വാക്യം നമുക്കൊന്നുകൂടെ വായിച്ച് കേൾക്കാം. വിശ്വാസത്താൽ മോശെ താൻ വളർന്നപ്പോൾ പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടെ കഷ്ടമനുഭവിക്കുന്നത് മോശ തിരഞ്ഞെടുക്കുകയാണ്. പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടെ കഷ്ടമനുഭവിക്കുന്നത് തെരഞ്ഞെടുത്തു മോശ. അടുത്ത വാക്യം വായിക്കാം നമുക്ക്. പ്രതിഫലം നോക്കിയതുകൊണ്ട് ഫറവോന്റെ പുത്രിയുടെ മകനെന്ന് വിളിക്കപ്പെടുന്നത് നിരസിക്കുകയും മിസ്രയീമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്ന് എണ്ണുകയും ചെയ്തു. അടുത്ത വാക്യം കൂടെ വായിക്കാം. വിശ്വാസത്താൽ അവൻ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിൽക്കിയാൽ രാജാവിന്റെ കോപം ഭയപ്പെടാതെ മിസ്രയീം വിട്ടുപോന്നു. ഇതെല്ലാം മോശ ചെയ്യുന്നത് ഒറ്റ കാര്യം കൊണ്ടാണ്, വിശ്വാസത്താൽ മോശ അവിടെ അനേക കാര്യങ്ങൾ ചെയ്യുകയാണ്. ഒന്ന്, പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടെ കഷ്ടമനുഭവിക്കുന്നത് മോശ തിരഞ്ഞെടുക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, മിസ്രയീമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനമെന്ന് മോശ എണ്ണുകയാണ്. മാത്രമല്ല, വിശ്വാസത്താൽ മോശ അദൃശ്യനായ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിൽക്കുകയാണ്. മോശയുടെ വിശ്വാസം, പ്രിയപ്പെട്ടവരെ, മോശ ഒരു തിരഞ്ഞെടുപ്പ് നടത്തുകയാണ് മോശയുടെ ജീവിതത്തിൽ. എന്താണ് ആ തിരഞ്ഞെടുപ്പ്? വേണമെങ്കിൽ മോശയ്ക്ക് മിസ്രയീം കൊട്ടാരത്തിൽ ഒരു അടുത്ത ഫറവോയായിട്ട് മിസ്രയീമിലെ സകല അനുഗ്രഹത്തിൻ്റെയും സമൃദ്ധിയുടെയും രാജാവായി വേണമെങ്കിൽ മോശയ്ക്ക് വാഴാമായിരുന്നു. എന്നാൽ ഒരു എബ്രായനായി ജനിച്ച് ഒരു മിസ്രയീമിനായി വളർന്നതായ മോശ 40 വർഷം കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം മോശയെ സന്ദർശിക്കുകയാണ്. മോശ ജീവിതത്തിൽ തീരുമാനമെടുക്കുകയാണ്, എനിക്ക് ഈ സുഖ സൗകര്യങ്ങളൊന്നും വേണ്ട, എനിക്ക് മിസ്രയീമിലൊരു അധിപതിയായ ഒരു ഫറവോയായി എനിക്ക് വാഴണ്ട, എനിക്ക് ദൈവജനത്തോട് ചേർന്ന് കഷ്ടത അനുഭവിച്ചാൽ മതി, ദൈവജനത്തോട് ചേർന്ന് ദൈവജനത്തിന് വരുന്നതായി നിന്ദ അനുഭവിച്ചാൽ മതി. മോശ തിരഞ്ഞെടുക്കുകയാണ്. എല്ലാം നിരസിക്കുകയാണ്, എല്ലാം തിരസ്കരിക്കുകയാണ്. ഈ ലോകത്തിൻ്റെ അഭിവൃദ്ധിയും ധനവും താടിമോടികളും പ്രതാപങ്ങളും സ്ഥാനങ്ങളും ഐശ്വര്യങ്ങളും അഭിവൃദ്ധികളെല്ലാം മോശ വിശ്വാസത്താൽ വേണ്ട എന്ന് വെക്കുകയാണ്. ഈ ഭൂമിയിൽ ആരും മോശയ്ക്കൊരു വാഗ്ദത്തങ്ങളൊന്നും കൊടുത്തിട്ടില്ല. പക്ഷേ പ്രിയപ്പെട്ടവരെ, ഈ ദൈവത്തിൻ്റെ സ്നേഹം മോശയെ കടന്നു പിടിച്ചപ്പോൾ മോശ ഇതെല്ലാം വേണ്ട എന്ന് വെക്കുകയാണ്. എനിക്ക് പാപത്തിൻ്റെ തൽക്കാല ഭോഗം വേണ്ട, എനിക്ക് ഈ ലോകത്തിൻ്റെ സന്തോഷം വേണ്ട, എനിക്ക് ഈ സമൃദ്ധിയുടെ ആ സുഖം വേണ്ട, എനിക്ക് ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിച്ചാൽ മതി, എനിക്കൊരു ദൈവദാസനായി ജീവിച്ചാൽ മതി, എനിക്ക് ദൈവവേലയോട് ചേർന്ന് നിന്നാൽ മതി, എനിക്ക് മനുഷ്യരുടെ മാനം വേണ്ട, എനിക്ക് മനുഷ്യരുടെ പുകഴ്ച വേണ്ട, എനിക്ക് മനുഷ്യരുടെ അംഗീകാരം വേണ്ട, എനിക്ക് ദൈവജനത്തോടുകൂടി എനിക്ക് കഷ്ടം സഹിച്ചാൽ മതി. വിശ്വാസത്താൽ മോശ തിരഞ്ഞെടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം സൂചിപ്പിച്ചിരുന്നു, മോശ മിസ്രയീമിൽ ഫറവോൻ്റെ കൊട്ടാരത്തിൽ 40 വർഷം വളർന്നുവെങ്കിലും, അവിടുത്തെ വിദ്യയും അവിടുത്തെ സകലതും അഭ്യസിച്ച് വളർന്നുവെങ്കിലും മോശ ഒരു ആത്മീയനായില്ല. മോശ ഒരു ജഡീകനായിട്ടാണ് അവിടെ വളർന്നു വന്നത്. എന്നാൽ ദൈവം മോശയെ രൂപാന്തരപ്പെടുത്തി. അനേക വഴികളിൽ കൂടെ ദൈവം മോശയെ ശുദ്ധീകരിച്ച് തൻ്റെ മഹത്വമുള്ള വേലയ്ക്ക് വേണ്ടി
മോശയെ ദൈവം ശുദ്ധീകരിക്കുകയായിരുന്നു. കഷ്ടതയുടെ വഴിയിൽ കൂടി മോശയെ നടത്തുകയായിരുന്നു. എന്നാൽ ഈ മോശയെക്കുറിച്ച് ജീവനുള്ള ദൈവം പിന്നീട് പറയുന്നുണ്ട്. സംഖ്യാപുസ്തകം 12 അധ്യായം 3-7 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. ഈ മോശയെക്കുറിച്ച് ജീവനുള്ള ദൈവം തന്നെ സാക്ഷ്യപ്പെടുത്തുന്നതായ ഒരു സാക്ഷ്യമുണ്ട്. സംഖ്യാപുസ്തകം 12 അധ്യായം 3 വാക്യം. മോശ എന്ന പുരുഷനോ ഭൂതലത്തിലുള്ള സകല മനുഷ്യരിലും അതിസൗമ്യനായിരുന്നു. പ്രിയപ്പെട്ടവർ, ഈ മോശയെക്കുറിച്ച് ജീവനുള്ള ദൈവം സാക്ഷ്യപ്പെടുത്തുകയാണ്, പിൽക്കാലത്ത് സാക്ഷ്യം പറയുകയാണ്. മോശ എന്ന പുരുഷനോ ഭൂതലത്തിലുള്ള സകല മനുഷ്യരിലും അതിസൗമ്യനായിരുന്നു. ഭൂതലത്തിലുള്ള സകല മനുഷ്യരിലും ഈ മോശ അതിസൗമ്യനായിരുന്നു, ഏറ്റവും വിനയമുള്ളവനായിരുന്നു. ഈ മിസ്രൈമിൽ ദൈവത്തിന് ജനമാകുന്ന ഇസ്രായേലിനെ ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കുവാൻ ദൈവം തിരഞ്ഞെടുത്ത് ഉയർത്തി നേതാവാക്കി നിർത്തിയ ഒരു ദൈവദാസനാണ് മോശ. പക്ഷേ മോശയുടെ ഗുണത്തെക്കുറിച്ച് ഇവിടെ ദൈവം പറയുകയാണ്, ഭൂതലത്തിലുള്ള സകല മനുഷ്യരിലും അതിസൗമ്യനായിരുന്നു മോശ. പ്രിയപ്പെട്ടവരെ, വീണ്ടും 7 വാക്യം വായിക്കുമ്പോൾ മറ്റൊരു വിശേഷണം മോശയെക്കുറിച്ച് ജീവനുള്ള ദൈവം പറയുന്നുണ്ട്. എന്താണത്? എന്റെ ദാസനായ മോശയോ എൻ്റെ ദാസനായ മോശയോ അങ്ങനെയല്ല, അവൻ എൻ്റെ ഗൃഹത്തിലൊക്കെയും വിശ്വസ്തനാകുന്നു. എൻ്റെ ദാസനായ മോശയോ അവൻ എൻ്റെ ഗ്രഹത്തിലൊക്കെയും വിശ്വസ്തനാകുന്നു. പ്രിയപ്പെട്ടവരെ, അതിസൗമ്യനായ ഒരു ദൈവദാസൻ, ദൈവത്തിൻ്റെ ഗ്രഹത്തിലേക്കും ദൈവത്തിൻ്റെ ശുശ്രൂഷയിലൊക്കെയും വിശ്വസ്തനായ ഒരു ദൈവത്തിൻ്റെ ദാസൻ. പുറപ്പാട് പുസ്തകം 40 അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ അവസാന ഭാഗത്ത് ദൈവം പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ വചനം എന്താണോ കൽപ്പിക്കുന്നത് അങ്ങനെ തന്നെ മോശ ചെയ്തു എന്ന്. അങ്ങനെ തന്നെ ചെയ്തു എന്നാണ് പറയുന്നത്. പല പ്രാവശ്യം 40 അധ്യായത്തിൽ പറയുന്നുണ്ട്, ദൈവം എന്താണോ കൽപ്പിച്ചത് അതിൻ പ്രകാരം തന്നെ ചെയ്തു, അണുവിട മാറാതെ 100% ദൈവം എന്ത് കൽപ്പിക്കുന്നോ, ദൈവം എന്ത് അനുഷ്ഠിക്കാൻ പറയുന്നോ അതുപോലെ തന്നെ മോശ ചെയ്തു എന്നാണ് നാം പുറപ്പാട് പുസ്തകം 40 അധ്യായത്തിൽ വായിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം അച്ചട്ടായിട്ട്, ദൈവത്തിൻ്റെ കൽപ്പനകൾ അണുവിട മാറാതെ അച്ചട്ടായിട്ട് പാലിക്കുന്നതായ ഒരു ദൈവദാസൻ. പ്രിയപ്പെട്ടവരെ, മോശ വിശ്വാസത്താൽ കഷ്ടത തിരഞ്ഞെടുക്കുകയാണ്. ഇന്ന് അനേക ദൈവമക്കൾ വിശ്വാസത്തിൻ്റെ വഴിയിലേക്ക് വരുന്നത്, ദൈവ വഴിയിലേക്ക് വരുന്നത് കഷ്ടത മാറാൻ വേണ്ടിയിട്ടാണ്, ദുരിതം മാറാൻ വേണ്ടിയിട്ടാണ്, പ്രയാസങ്ങൾ മാറാൻ വേണ്ടിയിട്ടാണ്, ഭൗതികമായ അഭിവൃദ്ധികൾക്ക് വേണ്ടിയിട്ടാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, അങ്ങനെ കർത്താവ് പഠിപ്പിക്കുന്നില്ല, അങ്ങനെ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നില്ല. നമ്മുടെ കർത്താവ് പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നതാണ് കർത്താവ് പറഞ്ഞത്. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, പ്രതിസന്ധികളുണ്ട്, പ്രയാസങ്ങളുണ്ട്, രോഗങ്ങളുണ്ട്, ഇതെല്ലാം ഉണ്ട്. പ്രിയപ്പെട്ടവരെ, ക്രിസ്തീയ വഴി എന്ന് പറയുന്നത് അത് പൂമത്തയല്ല, അത് പുഷ്പശയ്യയല്ല, അത് മുൾപ്പാതയാണ്. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്, വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് അത് കഷ്ടതയുടെ ജീവിതമാണ്, അത് കുരിശിൻ്റെ വഴിയാണ്, അത് ഇടുക്കവും ഞെരുക്കവുമുള്ള പാതയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഒരു നിമിഷം ഒന്ന് ചിന്തിച്ച് നോക്കുമോ, എൻ്റെ ജീവിതയാത്ര ഇന്ന് എങ്ങനെയുണ്ട്? ഈ കുരിശിൻ്റെ വഴിയിൽ കൂടിയാണോ ഞാൻ പോകുന്നത്? കഷ്ടതയുടെ വഴിയിൽ കൂടിയാണോ ഞാൻ പോകുന്നത്? ഇടുക്കവും ഞെരുക്കമുള്ള വഴിയിൽ കൂടിയാണോ ഞാനിന്ന് യാത്ര ചെയ്യുന്നത്? അതെയോ വിശാലമായ വഴിയിൽ കൂടിയാണോ സുഖമായ ആടിപ്പാടി മറ്റുള്ളവർ പോകുന്നത് പോലെ അനേകം ആളുകൾ യാത്ര ചെയ്യുന്ന വിശാലമായ വഴിയിൽ കൂടിയാണോ ഇന്നത്തെ എൻ്റെ വിശ്വാസയാത്ര? അത് ഇടുക്കമുള്ള വഴിയാണോ, ഞെരുക്കമുള്ള വഴിയാണോ, കഷ്ടതയുടെ വഴിയാണോ, വേർപാടിൻ്റെ വഴിയാണോ, അനേകർ ദുഷിക്കുകയും പഴിക്കുകയും ചെയ്യുന്ന വഴിയാണോ? പലരും എന്നെ തെറ്റിദ്ധരിച്ചു എന്ന് വന്നേക്കാം, പലരും എന്നെ മനസ്സിലാക്കിയില്ല എന്ന് വന്നേക്കാം, പലരും എന്നെ മാറ്റി നിർത്തിയെന്ന് വന്നേക്കാം. പക്ഷേ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു വിശ്വാസമുണ്ടോ? ആരെല്ലാം തെറ്റിദ്ധരിച്ചാലും എന്നെ ശരിയായി ധരിക്കുന്നൊരു ദൈവമുണ്ട്. ആരെല്ലാം എന്നെ മനസ്സിലാക്കിയില്ലെങ്കിലും എന്നെ മനസ്സിലാക്കുന്നൊരു ജീവനുള്ള ദൈവമുണ്ട്. ആരെല്ലാം എന്നെ കരുതിയില്ലെങ്കിലും എന്നെ കരുതാനൊരു ജീവനുള്ള ദൈവമുണ്ട്. പ്രിയപ്പെട്ടവരെ, അതാണ് കുരിശിൻ്റെ പാത എന്ന് പറയുന്നത്, അതാണ് ക്രിസ്തീയ വഴി എന്ന് പറയുന്നത്, അതാണ് വിശ്വാസത്തിൻ്റെ വഴി എന്ന് പറയുന്നത്. ആ വഴിയാണ് മോശ തിരഞ്ഞെടുത്തത്. വേണമെങ്കിൽ അഭിവൃദ്ധിയുടെ വഴിയിൽ കൂടി പോകാമായിരുന്നു, അധികാരത്തിൻ്റെ വഴിയിൽ കൂടി പോകാമായിരുന്നു, എല്ലാവരും മാനിച്ച് ആദരിക്കുന്ന, എല്ലാവരും വണങ്ങുന്നതായ വഴിയിൽ കൂടി പോകാമായിരുന്നു. എന്നാൽ മോശ അതല്ല തിരഞ്ഞെടുത്തത്. വിശ്വാസത്താൽ മോശ ഇതാ ദൈവജനത്തോടുകൂടെ കഷ്ടമനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. പ്രിയപ്പെട്ടവരെ, നാം ദൈവത്തിൻ്റെ വചനം പഠിച്ചു കഴിഞ്ഞാൽ പഴയ നിയമ വിശുദ്ധന്മാരും പുതിയ നിയമത്തിൽ നമ്മുടെ കർത്താവിൻ്റെ അപ്പോസ്തലന്മാരും എല്ലാം ഈ കഷ്ടതയുടെ വഴിയിൽ കൂടി, കുരിശിൻ്റെ വഴിയിൽ കൂടി, നിന്ദയുടെ വഴിയിൽ കൂടി ജീവിച്ചാണ് അവരെല്ലാം ജീവകിരീടം പ്രാപിച്ചതും നിത്യതയിൽ എത്തിച്ചേർന്നതും. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലനായ പത്രോസ് പറഞ്ഞു, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 5 അധ്യായം 41 വാക്യത്തിൽ അപ്പോസ്തലനായ പത്രോസ് ഇങ്ങനെയാണ് പറയുന്നത്, അവരെ കാരാഗ്രഹത്തിൽ ഇട്ട് കഴിഞ്ഞപ്പോൾ, യേശുക്രിസ്തുവിന് വേണ്ടി നിന്ദയും അടിയും ദുഷിയും പീഡയും എല്ലാം സഹിച്ചു കഴിഞ്ഞപ്പോൾ അവരെന്താണ് പറഞ്ഞതെന്നറിയാമോ? ഈ കഷ്ടത അവർക്കൊരു ക്രെഡിറ്റ് ആയിട്ടാണ് തോന്നുന്നത്. ഈ കുരിശിൻ്റെ മാർഗം, അതിനുവേണ്ടി ദൈവം ഞങ്ങളെ തിരഞ്ഞെടുത്തല്ലോ, അതിനുവേണ്ടി ദൈവം ഞങ്ങളെ യോഗ്യരായിട്ട് എണ്ണിയല്ലോ എന്നാണ് അപ്പോസ്തലനായ പത്രോസ് പറയുന്നത്. 5 അധ്യായം 41 വാക്യം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 5 അധ്യായം 41 വാക്യം.
തിരുനാമത്തിനു വേണ്ടി അപമാനം സഹിപ്പാൻ യോഗ്യരായി എണ്ണപ്പെടുകയാൽ അവർ സന്തോഷിച്ചുകൊണ്ട് ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ നിന്ന് പുറപ്പെട്ടു പോയി. പ്രിയപ്പെട്ടവരെ, തിരുനാമത്തിന് വേണ്ടി അപമാനം സഹിക്കുവാൻ ഞങ്ങളെ യോഗ്യരായി ദൈവം എണ്ണിയല്ലോ. തിരുനാമത്തിന് വേണ്ടി അപമാനം സഹിക്കുവാൻ അതിനുള്ള യോഗ്യത, അതിനുള്ള ക്വാളിഫിക്കേഷൻ ദൈവം ഞങ്ങൾക്ക് തന്നല്ലോ. ഞങ്ങളതിന് യോഗ്യരായി എണ്ണിയല്ലോ എന്നാണ് കർത്താവിൻ്റെ അപ്പോസ്തലനായ പത്രോസ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് വേണ്ടി കഷ്ടത സഹിക്കുക, ദൈവത്തിന് വേണ്ടി അപമാനം സഹിക്കുക, യേശുക്രിസ്തുവിനെ പ്രതി നിന്ദിതനായി തീരുക. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ ക്രൂശിൻ്റെ വഴി വരാൻ നിങ്ങൾക്ക് തയ്യാറാണോ? നിങ്ങൾക്ക് ക്രൂശിൻ്റെ വഴി സന്തോഷമാണോ? യേശുക്രിസ്തുവിന് പിന്നാലെ കുരിശും ചുമന്നുകൊണ്ട് വരാൻ നിങ്ങളുടെ ഹൃദയത്തിൽ ആനന്ദമുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഞാനൊന്ന് മനസ്സിലാക്കുന്നു, പ്രസംഗിക്കാൻ എളുപ്പമാണ്, പക്ഷേ ജീവിതത്തിൽ അനുഭവമാക്കാൻ പ്രയാസമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞാനിതെല്ലാം തികഞ്ഞതുകൊണ്ടല്ല നിങ്ങളോട് പറയുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ബലഹീനനായ എനിക്ക് ഈ ശരിയായ വഴി ഇതാണെന്ന് കർത്താവ് എനിക്ക് മനസ്സിലാക്കി തന്നു. മാത്രമല്ല, ക്രൂശ് ചുമക്കാനുള്ള സമർപ്പണത്തിലേക്ക് ദൈവം എന്നെ നടത്തുന്നത് ഞാൻ അറിയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ തികഞ്ഞവനായിട്ടല്ല, ഞാൻ പൂർണ്ണനായിട്ടല്ല, പക്ഷേ എന്നെ വിളിച്ചിറക്കിയവനായ ഒരു ദൈവം, എന്നെ വീണ്ടെടുത്തവനായ ദൈവം. മകനെ, ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് കുരിശിൻ്റെ വഴിയാണ്. അത് നിന്നയുടെ പാതയാണ്. അതെല്ലാവരും അംഗീകരിക്കുന്ന പാതയല്ല. പലരും നമ്മെ തെറ്റിദ്ധരിച്ചിരിക്കാം. എന്നാൽ നിന്റെ കൂടെ ഞാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആണിപ്പാടുള്ള കരം പിടിച്ചുകൊണ്ട് എന്നെ നടത്തുന്നവനായ ഒരു ജീവനുള്ള ക്രിസ്തുവിനെ ഞാൻ അനുഭവിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ക്രിസ്തീയ ജീവിതം ക്രൂശിൻ്റെ മാർഗമാണ്. ഇത് കഷ്ടതയുടെ വഴിയാണ്. നമ്മുടെ കർത്താവ് പറഞ്ഞു, മർക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 34-ാമത്തെ വാക്യത്തിൽ നമ്മുടെ കർത്താവ് എന്താണ് പറഞ്ഞത്? മർക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 34-ാമത്തെ വാക്യം, ഒരുവൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ അവൻ എന്താണ് ചെയ്യേണ്ടത്? പിന്നെ അവൻ പുരുഷാരത്തെയും തന്റെ ശിഷ്യന്മാരെയും അരികെ വിളിച്ച് അവരോട് പറഞ്ഞത്, ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ. കർത്താവ് പറയുകയാണ്, ഒരുവൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിക്കുന്നുണ്ടോ? നിങ്ങൾ ക്രിസ്തീയ മാർഗത്തിൽ കൂടെ വരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങൾ യേശുവിൻ്റെ ഒരു അനുയായിയായി, ക്രിസ്തുവിൻ്റെ ഒരു അനുയായിയായി, ക്രിസ്തുവിൻ്റെ ഒരു ശിഷ്യനായി, ക്രിസ്തുവിൻ്റെ ഒരു വേലക്കാരനായി, ക്രിസ്തുവിൻ്റെ ഒരു ദാസനായി വരുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങളുടെ ഹൃദയത്തിൽ അങ്ങനെ ആഗ്രഹം വരുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. എന്താ ചെയ്യേണ്ടത്? അവൻ തന്നെത്താൻ ത്യജിച്ച്, അങ്ങനെയുള്ളവൻ തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ എന്ന് നിങ്ങളുടെ കർത്താവ് പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, ഇതാണ് ക്രിസ്തീയ വഴി, ഇതാണ് വിശ്വാസത്തിൻ്റെ വഴി. ഒരുവൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ അവൻ ചെയ്യേണ്ടത് എന്താണ്? അവൻ തന്നെത്താൻ ത്യജിക്കണം. അവൻ്റെ ഇഷ്ടങ്ങൾ താഴെ വയ്ക്കണം, അവൻ്റെ പ്ലാനുകൾ താഴെ വയ്ക്കണം, അവൻ്റെ പദ്ധതികൾ താഴെ വയ്ക്കണം, അവൻ്റെ ശുശ്രൂഷകൾ താഴെ വയ്ക്കണം. അവൻ്റെ ഇഷ്ടങ്ങളെല്ലാം താഴെ വെച്ചുകൊണ്ട് തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാം ഈ ഭൂമിയിൽ ക്രൂശിൻ്റേതായ അനുഭവങ്ങളുണ്ട്, വേദനയുടെ അനുഭവങ്ങളുണ്ട്, രോഗത്തിൻ്റെ അനുഭവങ്ങളുണ്ട്, കടബാധ്യതയിൽ കൂടി കടന്നു പോകുന്നവരുണ്ടാവാം. ഇതെല്ലാം ക്രൂശിൻ്റെ അനുഭവമാണ്. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം സന്തോഷത്തോടെ ദൈവം എനിക്ക് അനുവദിച്ചിരിക്കുന്നതായ ക്രൂശും ചുമന്നുകൊണ്ട് ക്രിസ്തുവിൻ്റെ ക്രൂശ് താങ്ങിക്കൊണ്ടുള്ള ഒരു യാത്രയാണ് സാക്ഷാൽ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ യാത്ര തുടങ്ങിയോ? നിങ്ങൾ ഈ യാത്ര ആരംഭിച്ചുവോ? നിങ്ങൾ ഈ ക്രൂശിൻ്റെ വഴിയിൽ കൂടിയാണ് ഇന്ന് യാത്ര ചെയ്യുന്നത്? അതേ വിശാലമായ വഴിയിൽ കൂടി ആടിപ്പാടി ചിരിച്ച് സന്തോഷിച്ച് സുഖമായിട്ട് അനേകർ പോകുന്നത് പോലെ നാം ഇന്ന് മുമ്പോട്ട് പോവുകയാണോ? പ്രിയപ്പെട്ടവരെ, തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരാത്തവനും എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല എന്നാണ് നമ്മുടെ കർത്താവ് പറഞ്ഞത്. വീണ്ടും കർത്താവ് പറഞ്ഞു, ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 24-25 വാക്യം വായിക്കാം, 23-24 വാക്യം വായിക്കാം. പിന്നെ അവൻ എല്ലാവരോടും പറഞ്ഞത്, പിന്നെ കർത്താവ് എല്ലാവരോടും പറയുകയാണ്. ഇതാദ്യം കർത്താവ് പറഞ്ഞത്, എൻ്റെ പിന്നാലെ ഒരുവൻ വരുവാൻ ഇച്ഛിച്ചാൽ എന്താണ് ചെയ്യേണ്ടത്? എന്നാൽ തൻ്റെ കൂടെ പിന്നാലെ വരുന്നതായ ശിഷ്യന്മാരോടും സകല ജനത്തോടും യേശുക്രിസ്തുവിൻ്റെ കയ്യിൽ നിന്ന് അപ്പം നുറുക്കി വാങ്ങിയവരും അനുഗ്രഹം നേടിയവരും രോഗസൗഖ്യം കിട്ടിയവരും എല്ലാവരോടും കർത്താവ് പറയുകയാണ്. എന്താണ് പറഞ്ഞത്? എന്നെ അനുഗമിപ്പാൻ ഒരുത്തൻ ഇച്ഛിച്ചാൽ, എന്നെ അനുഗമിക്കാൻ, എൻ്റെ പിന്നാലെ വരുവാൻ ഒരാൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഒരുവൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ നിഷേധിച്ച് നാൾ തോറും തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. നാൾതോറും തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ എന്നാണ് കർത്താവ് പറയുന്നത്. നാൾതോറും, ദിവസം തോറും നമുക്ക് ക്രൂശിൻ്റെ അനുഭവങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ക്രൂശിൻ്റെ അനുഭവങ്ങൾ വരുമ്പോൾ നിങ്ങൾ തളർന്നു പോവുകയാണോ? നിരാശപ്പെട്ടു പോവുകയാണോ? വാടിപ്പോവുകയാണോ? ഈ ജീവിതം എനിക്ക് സാധ്യമല്ല എന്ന് നിങ്ങൾ ചിന്തിക്കുകയാണോ? പ്രിയപ്പെട്ടവരെ, ക്രിസ്തീയ ജീവിതം കുരിശിൻ്റെ വഴിയാണ്, നിന്ദയുടെ വഴിയാണ്, അപമാനത്തിൻ്റെ വഴിയാണ്. യേശുക്രിസ്തുവിനെ ആരെങ്കിലും അംഗീകരിച്ചോ? രോഗസൗഖ്യം നൽകുന്ന യേശുവിനെ അനേകർക്ക് സന്തോഷമായിരുന്നു, താല്പര്യമായിരുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, കുരിശിൻ ചുമന്നുകൊണ്ട് പോയ യേശുവിനെ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഒരു ഒത്താശ കൊടുക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഒരു നല്ല വാക്ക് പറയാൻ പ്രിയപ്പെട്ടവരെ ആ യെരൂശലേമിൻ്റെ തെരുവിൽ ആരും ഉണ്ടായിരുന്നില്ലല്ലോ. എത്രയോ പേർ അനുഗ്രഹം പ്രാപിച്ചവരാണ്.
എത്രയോ കണ്ണൂർ കുടിയുടെയൊക്കെ സൗഖ്യം കിട്ടി, എത്രയോ കുഷ്ഠരോഗികൾ സൗഖ്യമായി തീർന്നു. കൂനിയായ സ്ത്രീക്ക് സൗഖ്യം കിട്ടിയില്ലേ? രക്തസ്രാവക്കാരിയുടെ രക്തസ്രവം നിന്നില്ലേ? മരിച്ചവർ ഒരുത്തെഴുന്നിട്ട് കിട്ടിയില്ലേ? എന്തെല്ലാം അനുഭവങ്ങൾ ലഭിച്ചവരാണ് യേശുവിൻ്റെ പിന്നാലെ നടന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ക്രൂശും ചുമന്നുകൊണ്ട് ഏകനായ യെരൂശലേമിന്റെ തെരുവിൽ കൂടി യേശുക്രിസ്തു നടന്നപ്പോൾ ഈ അനുഗ്രഹം ലഭിച്ചവരാരും കൂടെ ഉണ്ടായിരുന്നില്ല. ഈ യേശുവിനെ ആരും അറിയില്ലായിരുന്നു. അനുഗ്രഹം തരുന്ന യേശുവിനെ അനേകർക്ക് പരിചയമുണ്ട്, എന്നാൽ ക്രൂശ് ചുമക്കുന്ന യേശുവിനെ അനേകർക്ക് പരിചയമില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, ശരിയായ ക്രിസ്തീയ ജീവിതം ക്രൂശിൻ്റെ വഴിയാണ്, ക്രൂശിൻ്റെ പാതയാണിത്. ഇത് ഇടുക്കവും ഞെരുക്കമുള്ള വഴിയാണ്. നിങ്ങൾ ഈ പാതയിൽ കൂടിയാണോ യാത്ര ചെയ്യുന്നത്? ഈ പാത നിങ്ങൾ തിരഞ്ഞെടുത്തോ? മോശ ആ പാത തിരഞ്ഞെടുത്തു വിശ്വാസത്താൽ, വേറെ ഒന്നും കണ്ടിട്ടല്ല, വേറെ ആരും ഒരു വാഗ്ദാനങ്ങളും ലഭിച്ചിട്ടല്ല. വിശ്വാസത്താൽ മോശ ദൈവജനത്തോടുകൂടെ കഷ്ടമനുഭവിക്കുന്ന തിരഞ്ഞെടുത്തു. മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനമെന്ന് മോശ എണ്ണി. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് എണ്ണാൻ കഴിയുന്നുണ്ടോ? ക്രിസ്തുവിൻ്റെ പിന്നാലെ വരാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? വീണ്ടും ലൂക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം 25 മുതലുള്ളതായ വാക്യങ്ങളിൽ നമ്മുടെ കർത്താവ് എന്താണ് പറയുന്നത്? ലൂക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം 25 മുതലുള്ളതായ വാക്യങ്ങളിൽ കർത്താവ് വീണ്ടും പറയുന്നുണ്ട്. ഏറിയ പുരുഷാരം അവനോടുകൂടെ പോകുമ്പോൾ അവൻ തിരിഞ്ഞ് അവരോട് പറഞ്ഞത്, പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ പിന്നാലെ ഏറിയ പുരുഷാരം നടക്കുകയാണ്. അനേക അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും എല്ലാം ഇവർ കാണുന്നുണ്ട്, എല്ലാം ഇവർ അനുഭവിക്കുന്നുണ്ട്. വലിയ അത്ഭുതത്തോടെ, ആവേശത്തോടെ കർത്താവിൻ്റെ പിന്നാലെ വലിയ പുരുഷാരം ഇങ്ങനെ നടക്കുകയാണ്. ആ പുരുഷാരം വരുന്നത് കണ്ടിട്ട് യേശുവിനോട് പറഞ്ഞത് എന്താണ്? എന്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരങ്ങളെയും സഹോദരികളെയും സ്വന്തം ജീവനെയും കൂടെ പകയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവന് എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കൊരു ക്രിസ്തു ശിഷ്യനായി ഭൂമിയിൽ ജീവിക്കാൻ ആഗ്രഹമുണ്ടോ? ക്രിസ്തുവിൻ്റെ ഒരു സാക്ഷിയായി ജീവിക്കാൻ ആഗ്രഹമുണ്ടോ? അതെയോ ഒരു നാമധേയ ക്രിസ്ത്യാനിയായി ഇങ്ങനെ ഭൂമിയിൽ ജീവിച്ച് മരിച്ച് മാറ്റപ്പെടാനാണോ നിങ്ങളുടെ ആഗ്രഹം? അതെയോ നിങ്ങളുടെ ഹൃദയത്തിൽ ആഗ്രഹമുണ്ടോ, എനിക്ക് ശരിയായ ഒരു ക്രിസ്തു ഭക്തനായി ഭൂമിയിൽ ജീവിക്കണം? അതാണ് വിലയുള്ള ജീവിതം. അതാണ് വിലയുള്ള ജീവിതം. പ്രിയപ്പെട്ട, അതാണ് മൂല്യമുള്ള ജീവിതം. ക്രിസ്തുവിൻ്റെ ഒരു ദാസനായി ജീവിക്കുക, ക്രിസ്തുവിൻ്റെ ഒരു ശിഷ്യനായി ജീവിക്കുക, ക്രിസ്തുവിൻ്റെ ഒരു വേലക്കാരനായി ജീവിക്കുക, ക്രിസ്തുവിൻ്റെ ഒരു അടിമയായി ജീവിക്കുക. അതാണ് ഈ ഭൂമിയിലെ ഏറ്റവും വിലയുള്ള ജീവിതം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്താണ്? നമുക്ക് ഒന്നുകൂടെ വായിക്കാം ആ വാക്യം. എന്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സ്വന്തം ജീവനെയും കൂടെ പകയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവന് എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. പ്രിയപ്പെട്ടവരെ, കർത്താവ് വളരെ കൃത്യമായിട്ടാണ് പറഞ്ഞത്, വളരെ വ്യക്തമായിട്ടാണ് കർത്താവ് പറഞ്ഞത്. കർത്താവ് അനുഗ്രഹിക്കുന്നവനാണ്. പക്ഷേ ശരിയായ ഒരു ക്രിസ്തു ശിഷ്യനായി, ക്രിസ്തു ഭക്തനായി ജീവിക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിൻ്റെ പിന്നാലെ എല്ലാം ഉപേക്ഷിച്ച് തന്നെത്താൻ ത്യജിച്ച് ക്രൂശിൻ്റെ വഴിയെ പോകാനുള്ളതായ ഒരു സമർപ്പണം നമ്മുടെ ജീവിതത്തിൽ വരേണ്ടിയിരിക്കുന്നു. വീണ്ടും താഴോട്ട് നമുക്ക് വായിക്കാം. വീണ്ടും നമ്മുടെ കർത്താവ് എന്താണ് പറഞ്ഞത്? തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരാത്തവനും എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരാത്തവനും എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. പ്രിയപ്പെട്ടവരെ, കുരിശും ചുമന്നുള്ളതായ ഒരു യാത്ര. എൻ്റെ കുരിശ് ചുമക്കണം, ഞാൻ ക്രിസ്തുവിൻ്റെ ക്രൂശ് താങ്ങണം. ഇതാണ് പ്രിയപ്പെട്ടവരെ ശരിയായ ആത്മീയ ജീവിതം. ദൈവം എനിക്ക് അങ്ങനെ ഒരു സുബോധം തന്നതോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. അഭിവൃദ്ധിയുടെ ജീവിതമല്ല ക്രിസ്തീയ ജീവിതം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദാവീദ് പറഞ്ഞു, നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, എങ്കിലും അവ എല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു എന്നാണ് കർത്താവിൻ്റെ വചനം പറയുന്നത്. പ്രിയപ്പെട്ടവരെ, കഷ്ടതയുണ്ട്, ദുരിതങ്ങളുണ്ട്, രോഗങ്ങളുണ്ട്, ആപത്തുകളുണ്ട്, അനർത്ഥങ്ങളുണ്ട്. അത് വിശ്വാസിയുടെ ജീവിതത്തിൽ സംഭവിക്കും. ഇതെന്തുകൊണ്ടാണ് ഞാൻ കർത്താവിൻ്റെ പിന്നാലെ പോയിട്ട് എനിക്ക് കഷ്ടതയെല്ലാം വരുന്നത്? അനേകർക്ക് സംശയമുണ്ട്. എന്താ കർത്താവിനെ രക്ഷിക്കാത്തത്? എന്താ കർത്താവിനെ വിടുവിക്കാത്തത്? പ്രിയപ്പെട്ടവരെ, യൗസേപ്പിനെ സഹോദരങ്ങൾ പൊട്ടക്കിണറ്റിലിട്ടു. എന്തേ കർത്താവിന് കാക്കാൻ വയ്യായിരുന്നോ? കർത്താവിനെ സംരക്ഷിക്കാൻ കഴിയില്ലായിരുന്നോ? ദൈവത്തിന് ശക്തി കുറഞ്ഞു പോയോ? ഇല്ല പ്രിയപ്പെട്ടവരെ, എത്രയോ വർഷം യൗസേപ്പിനെ കാരാഗൃഹത്തിലിട്ടു. ദൈവത്തിന് വിടുവിക്കാൻ വയ്യായിരുന്നോ? ദാനിയേലിനെയും സുഹൃത്തുക്കളെയും പ്രിയപ്പെട്ട സിംഹത്തിൻ്റെ ഗുഹയിലിട്ടു. ദൈവത്തിന് രക്ഷിക്കാൻ ശക്തിയില്ലായിരുന്നോ? ദൈവം ശക്തനല്ലേ? ദൈവത്തിന് ശക്തി കുറഞ്ഞു പോയോ? ഇല്ല പ്രിയപ്പെട്ടവരെ. എന്നാൽ ദാനിയേലിനും യൗസേപ്പിനും ഒന്നും ആ സംശയം വന്നില്ല, ചോദ്യം വന്നില്ല. ദൈവത്തിന് സ്തോത്രം. അവർക്കെല്ലാം ക്രിസ്തുവിലുള്ളതായൊരു വിശ്വാസം ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, നാം നമ്മുടെ ഹൃദയത്തിൽ വിശ്വസിക്കേണ്ട ഒരു കാര്യമാണിത്. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം കഷ്ടതകൾ വന്നാലും ദുരിതങ്ങൾ വന്നാലും ആപത്തുകൾ വന്നാലും അത്യാഹിതങ്ങൾ വന്നാലും അതൊന്നും ദൈവം നമ്മെ പരീക്ഷിക്കുന്നതല്ല. ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കുന്നവനല്ല.
പ്രിയപ്പെട്ടവരെ. അതൊന്നും ദൈവം നമുക്ക് തിന്മയായിട്ട് വരുത്തുന്നതല്ല. അതൊന്നും ദൈവം തരുന്നതല്ല. ദൈവം എന്താ കാക്കാത്തത്? പ്രിയപ്പെട്ടവരെ, അതിൽ കൂടിയെല്ലാം ദൈവം നമ്മെ ശുദ്ധീകരിച്ച് ദൈവം തൻ്റെ വേലയ്ക്ക് വേണ്ടി നമ്മെ മിനുക്കി എടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. വീണ്ടും താഴോട്ട് കർത്താവ് എന്താണ് പറയുന്നത്? നിങ്ങൾ കണക്ക് കൂട്ടി നോക്കാനാണ് കർത്താവ് പറയുന്നത്. നിങ്ങൾ ആലോചിച്ചിട്ട് മടുതി എൻ്റെ പിന്നാലെ വരാൻ, ഈ ക്രൂശിൻ്റെ പാതയിൽ വരാൻ നിങ്ങൾക്ക് നല്ല താല്പര്യമുണ്ടോ? നിങ്ങൾ കണക്ക് കൂട്ടാദ്യം. എന്താണ് കർത്താവ് പറഞ്ഞത്? നിങ്ങളിൽ ആരെങ്കിലും ഒരു ഗോപുരം പണിവാൻ ഇച്ഛിച്ചാൽ, കർത്താവ് പറയുകയാണ്, നിങ്ങളിൽ ആരെങ്കിലും ഒരു ഗോപുരം പണിവാൻ ഇച്ഛിച്ചാൽ ആദ്യം ഇരുന്നത് തീർപ്പാൻ വകയുണ്ടോ എന്ന് കണക്ക് നോക്കുന്നില്ല. ആദ്യം ഇരുന്ന് കണക്ക് നോക്കണം. ഞാനൊരു ഗോപുരം പണിയാൻ, ഒരു വീട് പണിയാൻ ഇച്ഛിച്ചാൽ ഞാൻ ആദ്യം ഇരുന്ന് കണക്ക് നോക്കണം. എനിക്കിത് തീർപ്പാൻ വകയുണ്ടോ? എന്നെക്കൊണ്ടിത് സാധിക്കുമോ? എന്നിട്ടേ പണി തുടങ്ങാവുള്ളൂ. ഇല്ലെങ്കിൽ അനേകർ നമ്മെ നിന്ദിക്കുന്നതിനും പരിഹസിക്കുന്നതിനും ഇടയാകും. പ്രിയപ്പെട്ടവരെ, ഈ ക്രൂശിൻ്റെ പാതയിൽ പോകാനുള്ള പരിപാടി എനിക്കുണ്ടോ? അതെയോ മനുഷ്യൻ്റെ ഒരു നിന്ന് വരുമ്പോൾ ഞാനിത് ഇട്ടിട്ട് പോകുമോ? പ്രിയപ്പെട്ടവരെ, ഇന്ന് അനേകർ ഇതാ ക്രൂശിൻ്റെ വഴിയിൽ നിന്ന് മാറി നിൽക്കുകയാണ്. അനേകർ ദൈവത്തിൻ്റെ വഴിയിൽ നിന്ന് മാറിപ്പോയിരിക്കുകയാണ്. എന്തുകൊണ്ടാണ്? ഈ ലോകത്തിലെ ചില നിന്ദകൾ, ചില പരിഹാസങ്ങൾ, ചിലരുടേതായ ചില കളിയാക്കലുകളെല്ലാം ജീവിതത്തിൽ വരുമ്പോൾ അനേകർ ഈ ദൈവ വഴിയിൽ നിന്ന് മാറി നിൽക്കുകയാണ്. ഉത്സാഹത്തോടെ വന്നവർ, വളരെ തീക്ഷ്ണതയോടെ വന്നവരെല്ലാം ഇതാ അവരുടെ ഉത്സാഹം കെട്ടുപോയിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ തീർപ്പാൻ വകയുണ്ടോ എന്ന് ആദ്യം ഇരുന്ന് ചിന്തിച്ച് നോക്കണം. ആദ്യം ഇരുന്ന് കണക്ക് നോക്കണം. എന്നിട്ട് വേണം ഈ പണി തുടങ്ങാനായിട്ട്. പ്രിയപ്പെട്ടവരെ, ഈ ക്രൂശിൻ്റെ വഴിയെ പോകാൻ എനിക്ക് മനസ്സുണ്ടോ? കർത്താവിൻ്റെ പിന്നാലെ എന്നെ താൻ സ്വന്തം ത്യജിച്ചുകൊണ്ട് കർത്താവിൻ്റെ പിന്നാലെ പോകാനുള്ളതായ ഒരു സമർപ്പണം ഞാൻ എടുക്കുന്നുണ്ടോ? ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എന്താണ് ദൈവത്തിന് സ്തോത്രം? പിന്നെ എന്താണ് അടുത്ത കാര്യം കർത്താവ് പറയുന്നത്? അല്ലെങ്കിൽ അടിസ്ഥാനമിട്ട ശേഷം തീർപ്പാൻ വകയില്ല എന്ന് വന്നേക്കാം. അടിസ്ഥാനമിട്ടു, പക്ഷെ തീർപ്പാൻ വകയുണ്ടോ എന്ന് ഞാൻ ചിന്തിച്ചു നോക്കണം. ഇറങ്ങി പുറപ്പെടുന്നതിന് മുൻപ്, ഈ ക്രൂശിൻ്റെ വഴിയിലേക്ക് വരുന്നതിന് മുൻപ് ഞാൻ ചിന്തിച്ചു നോക്കണം. എനിക്കിത് ഞാൻ അങ്ങേയറ്റം വരെ എത്തിക്കുമോ? എനിക്കിന് സാധിക്കുമോ? എനിക്കതിന് മനസ്സുണ്ടോ? എൻ്റെ ലക്ഷ്യം എന്താണ്? ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എന്താണ് നമ്മുടെ ജീവിതത്തിലെ തീരുമാനം? എന്താണ്? ക്രൂശിൻ്റെ വഴിയെ പോകാൻ തീരുമാനമുണ്ടോ? ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ദാസന്മാരെല്ലാം ഈ ക്രൂശിൻ്റെ വഴിയെ ജീവിച്ചവരാണ്. കർത്താവിന് വേണ്ടി ക്രൂശും എടുത്തുകൊണ്ട് ഈ ലോകം ചപ്പെന്നും ചവർന്നും എണ്ണിക്കൊണ്ട്. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 21-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. അവിടെ അപ്പോസ്തലൻ എന്താണ് പറയുന്നത്? അതിനെ പൗലോസ്, നിങ്ങൾ കരഞ്ഞ് എൻ്റെ ഹൃദയം ഇങ്ങനെ തകർക്കുന്നതെന്ത്? കർത്താവായ യേശുവിൻ്റെ നാമത്തിനു വേണ്ടി ബന്ധിക്കപ്പെടുവാൻ മാത്രമല്ല, കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിന് വേണ്ടി ബന്ധിക്കപ്പെടുവാൻ മാത്രമല്ല, യെരുശലേമിൽ മരിപ്പാനും ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. അപ്പോസ്തലൻ എന്ത് പ്രാഗൽഭ്യത്തോടാണ് പറയുന്നത്? യേശു ക്രിസ്തുവിന് വേണ്ടി ഞാൻ ബന്ധിക്കപ്പെടുവാൻ മാത്രമല്ല, ജയിലിൽ പോകാൻ വേണ്ടി മാത്രമല്ല, അവന് വേണ്ടി മരിക്കാനും ഞാൻ ഒരുങ്ങിയിരിക്കുകയാണ്. ക്രിസ്തുവിന് വേണ്ടി മരിക്കാൻ ഞാൻ തയ്യാറാണെന്ന്. പ്രിയപ്പെട്ടവരെ, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഇത് പറയാൻ എളുപ്പമാണ്, പക്ഷേ ജീവിതത്തിൽ അനുഭവമാക്കാൻ വളരെ പ്രയാസമുള്ള കാര്യമാണ്. എങ്കിലും എനിക്ക് മനസ്സിലായി പ്രിയപ്പെട്ടവരെ, ഇതാണ് ശരിയായ ആത്മീയ വഴി. ക്രിസ്തുവിന് വേണ്ടി ബന്ധനങ്ങൾ സഹിക്കാൻ മാത്രമല്ല, ബന്ധിക്കപ്പെടുവാൻ മാത്രമല്ല, ജയിലിൽ പോകാൻ വേണ്ടി മാത്രമല്ല, യേശു ക്രിസ്തുവിന് വേണ്ടി മരിക്കുവാൻ ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. അപ്പോസ്തലൻ പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഫിലിപ്പിയ ലേഖനത്തിൽ അപ്പോസ്തലൻ പറയും, 1-ാം അധ്യായം 29-ാമത്തെ വാക്യത്തിൽ എന്താണ് അപ്പോസ്തലൻ പറയുന്നത്? അത് ദൈവം തന്നെ വെച്ചതാകുന്നു, ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല അവന് വേണ്ടി കഷ്ടമനുഭവിപ്പാനും കൂടെ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കഷ്ടത സഹിക്കാനുള്ള ഒരു വരം ദൈവം നമുക്ക് തന്നിരിക്കുന്നതാണ് അപ്പോസ്തലൻ പറയുന്നത്. ക്രിസ്തുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല, ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിക്കാനുള്ള ഒരു വരം കൂടെ ദൈവം നമുക്ക് തന്നിരിക്കുന്നു എന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. അപ്പോസ്തലൻ്റെ ജീവിതം നാം പഠിക്കുമ്പോൾ എന്തെല്ലാം കഷ്ടതയിൽ കൂടിയാണ് അപ്പോസ്തലൻ കടന്നു വന്നത്. 2 കൊരിന്ത്യ ലേഖനം 11-ാം അധ്യായം 23 മുതലായ വാക്യങ്ങളിൽ അപ്പോസ്തലൻ നേരിട്ടതായ കഷ്ടതകളുടെ വലിയൊരു ലിസ്റ്റ് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം നാം വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ നാം ലജ്ജിതരായി പോകും. എന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. 11-ാം അധ്യായം 23 മുതലായ വാക്യം. ഞാൻ ബുദ്ധിപരമായി സംസാരിക്കുന്നു, ഞാൻ ഏറ്റവും അധികം അധ്വാനിച്ചു. അപ്പോസ്തലൻ പറയുകയാണ്, ഞാൻ എൻ്റെ യേശുവിന് വേണ്ടി, ഞാൻ യേശു ക്രിസ്തുവിന് വേണ്ടി ഏറ്റവും അധികം അധ്വാനിച്ചു. അധികം പ്രാവശ്യം തടവിലായി, അനവധി അടികൊണ്ടു, പലപ്പോഴും പ്രാണഭയത്തിലായി. യഹൂദരാൽ ഞാൻ 1 കുറയെ 40 അടി 5 വട്ടം കൊണ്ടു. 5 വട്ടം കൊണ്ടു. 3 വട്ടം കോലിനാൽ അടികൊണ്ടു. 3 വട്ടം ഞാൻ കോലിനാൽ അടികൊണ്ടു. ഒരിക്കൽ കല്ലേറ് കൊണ്ടു. 3 വട്ടം കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടു. 3 വട്ടം ഞാൻ കപ്പൽ അപകടത്തിൽ അകപ്പെട്ടു. ഒരു രാപ്പകൽ വെള്ളത്തിൽ
കഴിഞ്ഞ് മുഴുവൻ ഞാൻ വെള്ളത്തിൽ കഴിച്ചു. ഞാൻ പലപ്പോഴും യാത്ര ചെയ്തു. ഞാൻ പലപ്പോഴും യാത്ര ചെയ്തു. നദികളിലെ ആപത്ത്, നദികളിലെ ആപത്ത്, കള്ളന്മാരാലുള്ള ആപത്ത്, കള്ളന്മാരാലുള്ള ആപത്ത്, സ്വജനത്താലുള്ള ആപത്ത്, സ്വന്തം ജനത്തിലുള്ളതായ ആപത്ത്, ജാതികളാലുള്ള ആപത്ത്, അന്യജാതികളിൽ നിന്നുള്ളതായ ആപത്ത്, പട്ടണത്തിലെ ആപത്ത്, പട്ടണത്തിലെ ആപത്ത്, കാട്ടിലെ ആപത്ത്, കാട്ടിലെ ആപത്ത്, കടലിലെ ആപത്ത്, കടലിലെ ആപത്ത്, കള്ള സഹോദരന്മാരാലുള്ള ആപത്ത്, കള്ള സഹോദരന്മാർ വിശ്വാസികൾ എന്ന് പറയുന്നവരാൽ തന്നെയുള്ളതായ ആപത്ത്, അധ്വാനം, പ്രയാസം, അധ്വാനം, പ്രയാസം, പലവട്ടം ഉറക്കിളപ്പ്, പലവട്ടം ഉറക്കിളപ്പ്, പൈതാഹം, പലവട്ടം പട്ടിണി, പലവട്ടം പട്ടിണി, ശീതം, നഗ്നത എന്നീ അസാധാരണ സംഗതികൾ ഭവിച്ചത് കൂടാതെ സാധാരണയല്ലാത്ത സംഗതികൾ ഭവിച്ചത് കൂടാതെ എനിക്ക് ദിവസേന സർവ്വ സഭകളെയും കുറിച്ചുള്ള ചിന്താഭാരമെന്ന തിരക്കുമുണ്ട്. പ്രിയപ്പെട്ടവരെ, അപ്പോസ്തലൻ ഇതെല്ലാം സഹിച്ചു. എന്തിനു വേണ്ടി? യേശു ക്രിസ്തുവിന് വേണ്ടി, സുവിശേഷത്തെ പ്രതി, ക്രിസ്തുവിനെ പ്രതി, ക്രിസ്തുവിൻ്റെ ക്രൂശിനെ പ്രതി ഇതെല്ലാം സഹിച്ചു. പ്രിയപ്പെട്ടവരെ, ഇത് നാം വായിക്കുമ്പോൾ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി. ഞാൻ ചിന്തിച്ചു നോക്കുകയാണ്, ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് നോക്കുകയാണ്. ഞാൻ ക്രിസ്തുവിന് വേണ്ടി എന്ത് സഹിച്ചു? സഹോദരാ, നീ ക്രിസ്തുവിന് വേണ്ടി എന്ത് സഹിച്ചു? പ്രിയപ്പെട്ട ദൈവവൈതലേ, നീ യേശു ക്രിസ്തുവിന് വേണ്ടി എന്ത് നിന്ന സഹിച്ചു? എന്ത് കഷ്ടത സഹിച്ചു? സുവിശേഷത്തിന് വേണ്ടി നീ എന്ത് ചെയ്തു? ഞാൻ എന്നിലേക്ക് തിരിഞ്ഞു നോക്കിയാണ് പ്രിയപ്പെട്ടവരെ. ഞാൻ ലജ്ജയോടെ ക്രിസ്തുവിന് മുമ്പാകെ നിൽക്കുകയാണ്. ഈ ആയുസ്സോരെ ദൈവം എന്നെ പോറ്റി പുലർത്തി. ദൈവം എനിക്കൊരു മാനസാന്തരം തന്നു. ദൈവം എനിക്കൊരു വീണ്ടും ജന്മം തന്നു. ദൈവം എന്നെ അവൻ്റെ രാജ്യത്തിൻ്റെ അവകാശിയാക്കി തീർത്തു. എന്നാൽ ഞാൻ എൻ്റെ ആയുസ്സിൽ എൻ്റെ യേശുവിന് വേണ്ടി ഒന്നും ചെയ്തില്ലോ എന്നുള്ളതായ ലജ്ജാഭാരത്തോടു കൂടിയാണ് നിൽക്കുന്നത്. പക്ഷേ ഞാൻ നിരാശപ്പെടുന്നില്ല പ്രിയപ്പെട്ടവരെ. എൻ്റെ ജീവിതം ഞാൻ ഒരിക്കൽ കൂടെ യേശു ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. യേശു ക്രിസ്തുവിന് ഒരു വിശുദ്ധനായി നിന്നുകൊണ്ട് അവൻ്റെ വേല ചെയ്യുവാൻ, അവൻ്റെ സുവിശേഷത്തിന് വേണ്ടി ഓടുവാൻ ഞാൻ എൻ്റെ എളിയ ആയുസ് ഞാൻ അവൻ്റെ തൃപ്പാദത്തിൽ സമർപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അപ്പോസ്തലൻ ഇതെല്ലാം സഹിച്ചത് വെറുതെ ആയിപ്പോയോ? ഇല്ല പ്രിയപ്പെട്ടവർ, വെറുതെയായില്ല. ഇതിനൊരു പ്രതിഫലമുണ്ട്. ക്രിസ്തുവിന് വേണ്ടി തലമുറയിൽ ക്രൂശ് വഹിച്ച് നിന്ന് സഹിച്ച് നിന്നാൽ അതിനൊരു പ്രതിഫലമുണ്ട് പ്രിയപ്പെട്ടവരെ. 2 തീമോഥെയോസിന് എഴുതിയ ലേഖനം 4-ാം അധ്യായം 6, 7, 8 വാക്യം നമുക്കൊന്ന് വായിക്കാം. അപ്പോസ്തലൻ്റെ അവസാന സമയങ്ങളിലേക്ക് വരികയാണ്. അപ്പോസ്തലൻ കാരാഗ്രഹത്തിൽ കിടക്കുകയാണ്. റോമൻ ചക്രവർത്തിയുടെ വാൾ വന്ന് ഇതാ കഴുത്തിൽ വീഴാൻ പോവുകയാണ്. എൻ്റെ നിര്യാണകാലം അടുത്തു എന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. ഞാനോ ഇപ്പോൾ തന്നെ പാനീയാഗമായി ഒഴിക്കപ്പെടുന്നു. അപ്പോസ്തലൻ പറയുകയാണ് പ്രിയപ്പെട്ടവരെ, തൻ്റെ അവസാന സമയങ്ങളിലേക്ക് വരുമ്പോൾ വളരെ കൃതാർത്ഥതയോടെ പറയുകയാണ്. എന്താണ് പറയുന്നത്? ഞാനോ ഇപ്പോൾ തന്നെ പാനീയാഗമായി ഒഴിക്കപ്പെടാൻ പോവുകയാണ്. എൻ്റെ നിര്യാണകാലവും അടുത്തു. സ്വന്തമായി ബോധ്യം കിട്ടി. ഇനി ഏറെക്കാലമില്ല. ഇനി താമസിയാതെ ഞാൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുകയാണ്. പക്ഷെ സംതൃപ്തിയോടെ അപ്പോസ്തലൻ പറയുകയാണ്. എന്താ പറയുന്നത്? എന്റെ നിര്യാണകാലവും അടുത്തു, ഞാൻ നല്ല പോർ പൊരുതു. അപ്പോസ്തലൻ പറയാണ് പ്രിയപ്പെട്ടവർ, ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, ഞാൻ എൻ്റെ ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഞാൻ എൻ്റെ വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഒരു കിരീടം കണ്ടുകൊണ്ട് അപ്പോസ്തലൻ മരിക്കുകയാണ്. ഒരു കിരീടം കണ്ടുകൊണ്ട് കണ്ണടക്കുകയാണ്. നമ്മൾക്കതിന് കൊതിയുണ്ടോ? കിരീടം കണ്ടുകൊണ്ട് ഭൂമിയിൽ നിന്ന് കണ്ണടച്ച് നമുക്ക് ആ സ്വർഗ്ഗസിയോനിൽ എത്തിച്ചേരണം. പ്രിയപ്പെട്ടവരെ, എൻ്റെ ലക്ഷ്യം അത് മാത്രമാണ്. ഈ ഭൂമിയിൽ വേറൊരു ലക്ഷ്യമില്ല, വേറൊരു ലാക്കില്ല. ദൈവത്തിന് സ്തോത്രം. ഈ ഭൂമിയിൽ കഷ്ടതയുടെ വഴിയിൽ കൂടെ ക്രിസ്തുവിൻ്റെ ഒരു പൂർണ്ണ വിശുദ്ധനായി എൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് ക്രിസ്തുവിൻ്റെ ക്രൂശ് താങ്ങിക്കൊണ്ട് യേശുവിൻ്റെ പിന്നാലെ വരുവാൻ ഞാനിതാ എന്നെ തന്നെ ഒരിക്കൽ കൂടെ സമർപ്പിക്കുകയാണ്. നമ്മുടെ കണ്ണുകളെ നമുക്ക് അടയ്ക്കാം. ഒരു നിമിഷം നമ്മുടെ തലകളെ നമുക്ക് വണക്കാം. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ ഈ ക്രൂശിൻ്റെ വഴിയിൽ കൂടെ വരാൻ? മോശ തിരഞ്ഞെടുത്തു മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിൻ്റെ നിന്ദയാണ് വലുതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഈ യേശു വലിയവനാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഈ യേശുവിൻ്റെ ക്രൂശിൻ്റെ വഴിയിൽ കൂടി പോകുന്നതാണ് വിലയുള്ളതെന്ന് തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന, നമ്മുടെ അരികത്ത് വന്ന് നിൽക്കുന്ന, നമ്മോട് സംസാരിക്കുന്ന, നമ്മുടെ നേരെ കരം നീട്ടിയിരിക്കുന്ന ആ യേശുവിൻ്റെ കയ്യിലേക്ക് നിങ്ങളുടെ ജീവിതം കൊടുക്കാൻ തോന്നുന്നുണ്ടോ? അവൻ്റെ ക്രൂശിൻ്റെ വഴിയെ നിങ്ങൾക്ക് പോകാൻ തോന്നുന്നുണ്ടോ? അവൻ നിങ്ങളെ നടത്തും പ്രിയപ്പെട്ടവരെ. അവൻ്റെ ആണിപ്പാടുള്ള കരം നിങ്ങളെ പിടിക്കും. അവൻ നിങ്ങളെ നിത്യരാജ്യത്തിലെത്തിക്കും. അവൻ നിങ്ങളെ വിശുദ്ധീകരിക്കും. അവൻ നിങ്ങളെ രൂപാന്തരപ്പെടുത്തും. അവൻ്റെ രക്തം കൊണ്ട് നിങ്ങളെ കഴുകും. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ക്രൂശിന്റെ പാദത്തിൽ നിങ്ങളുടെ ജീവിതം സമർപ്പിക്കുകയും യേശുവിനെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുകയും ഒരു വിശുദ്ധ ജീവിതത്തിന് വേണ്ടി തന്നെത്താൻ സമർപ്പിക്കുകയും യേശു നിങ്ങളെ തൊടട്ടെ, യേശു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, യേശു നിങ്ങളെ രൂപാന്തരപ്പെടുത്തട്ടെ. അവൻ്റെ 2ാമത്തെ വരവിന് വേണ്ടി സ്വർഗ്ഗത്തിലെ ജീവനുള്ള ദൈവം നമ്മെ എല്ലാവരെയും ഒരുക്കട്ടെ. കരുണയുള്ള ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളോടൊന്ന് സംസാരിച്ചതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഈ ക്രൂശിൻ്റെ പാതയിൽ മരണത്തോളം നിൽക്കുവാൻ അവിടെ നിങ്ങളെ അനുഗ്രഹിക്കണമേ, അവിടെ നിങ്ങളെ സഹായിക്കണമേ, എല്ലാവരെയും അനുഗ്രഹിക്കണമേ. നിന്റെ 2ാമത്തെ വരവിന് വേണ്ടി ഞങ്ങൾ ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ. ആമേൻ.